മോളെ ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. മോള് സൂര്യ സാറിനെ വിളിച്ചുണർത്തി കാര്യം പറ. ഇപ്പൊ തന്നെ അവളോട് ചോദിക്കണം. വേണ്ട രാജേട്ടാ. മോളെ പറയാതിരുന്ന് ഇതിലും വലുത് കാണിച്ചാൽ മോള് വിളിക്കേ. സാറ് വന്ന് മുമ്പിൽ നിന്ന് ഇവരെല്ലാം പേടിക്കും. രാജേട്ടാ, ഞാനിപ്പോ ഇതെന്ന് പറഞ്ഞ സാറ് പ്രശ്നം ഉണ്ടാക്കും. അത് പിന്നെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. വേണ്ട, ക്ഷമിക്കാൻ പറ്റുന്ന നമുക്ക് ക്ഷമിക്കാം. ഇതിപ്പോ ഡ്രസ്സിന് വീണോണ്ടല്ലേ. മോളുടെ മുഖത്താണ് ഇത് വീണിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? നമ്മളവരുടെ ചവിട്ടും കുത്തും കൊള്ളാനുള്ളവരല്ലേ. അവൾ അങ്ങനെയല്ലേ നമ്മളെ കാണുന്നത്. വീട്ടുവേലക്കാർക്ക് വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെ സ്ഥാനം പോലും ഇല്ലല്ലോ. ഞാൻ സൂര്യ സാർ കാണാതെ ഇതൊന്ന് മാറ്റട്ടെ. രാജേട്ടൻ അപ്പോഴേക്കും ചായ ആയിട്ട് വന്നാൽ മതി. സാരമില്ല രാജേട്ടാ, ഇതൊക്കെ ഇങ്ങനെയുള്ളൂ. എന്റെ ദൈവമേ, ഇതിനുള്ള ശിക്ഷ എന്റെ കൺമുമ്പിൽ തന്നെ കാണാൻ സാധിക്കുന്നേ. നന്ദിനി, താൻ അവിടെ പോയിരുന്നതാ? അത് ഞാൻ അടുക്കളയിൽ ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോയതാ. തന്നോട് ഞാൻ പറഞ്ഞല്ലോടോ, നേരം വെളുത്താത്ത ആ മുറി തന്നെ ഇരുന്നാ മതി. എന്നിട്ട് പിന്നെ എന്തിനാ പോയത്? അത് ഇന്ന് ഞാൻ കുറെ നേരത്തെ എഴുന്നേറ്റു സാർ. അപ്പൊ പിന്നെ എന്താ ചെയ്യാന്നറിയാതെ അടുക്കളയിലാവുമ്പോ കോഫി ചൂടോടെ കുടിക്കാമല്ലോ. തനിക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എന്ത് കള്ളത്തരം? ഒന്നുമല്ല സാർ. ഇതെന്താ താൻ ഇങ്ങോട്ട് തിരിയാത്തത്? എന്താ സാർ? ഇവിടെ ഇങ്ങനെ തിരിയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്താ തന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ല സാർ, ശരിക്കും ഒരു പ്രശ്നമില്ല. അതെ, എന്നെ കൂടെ നേരെ നിൽക്ക്. അതെന്തിനാ സാർ? നേരെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഇതെന്ത് നിപ്പാടോ? താനെന്താ വല്ല തുണിക്കടയിലും പരസ്യത്തിന് പോകുന്നുണ്ടോ? ഇല്ല സർ, ഞാൻ നാണായിട്ട്. എന്നെ കാണാൻ തനിക്കെന്താ എത്ര നാണം? താനിപ്പോഴല്ലേ ഈ മുറിയിൽ എഴുന്നേറ്റ് പോയത്? അതെ, എന്നാലും എന്റെ ഒരു നാണം പോലെ. എനിക്ക് സാറിനെ നോക്കാനേ വയ്യ. ആ, അത് കൊള്ളാലോ. തനിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ലല്ലോ. എടോ, സത്യം പറ, എന്താ സംഭവം? സാർ കോഫി. രാജോട്ടാ, ഇയാൾക്ക് ഇതൊന്ന് പറ്റി? ഇയാളെന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? അത് പിന്നെ സാറേ. നന്ദിനി, താനിങ്ങോട്ട് വന്നേ. വരാനല്ലേ പറഞ്ഞു? അതെന്തിനാ സാർ? ആദ്യം താൻ ആ സാരി ചിലപ്പോൾ താഴെ ഇട്ടെ. എടോ, തന്നെ ഞാനൊന്ന് കാണട്ടോ. വേണ്ട സാർ. താഴെ ഇടാനല്ലേ പറഞ്ഞേ? ഇതെന്താ ഇതെന്താ തന്റെ ദേഹത്ത്? അതോ ഇതോ, അത് ഞാൻ കാപ്പി കുടിക്കാൻ പോയില്ലേ സാർ അടുക്കളയിലേക്ക്.
അപ്പൊ ഞാൻ കാപ്പി കയ്യിലെടുത്തപ്പം ഈ രാജേട്ടൻ ഇവരുടെ നാട്ടിൽ നടന്നൊരു തമാശയെ പറ്റി പറഞ്ഞു. കാപ്പി കയ്യിലിരിക്കുന്ന ആലോചിക്കാതെ ഞാനൊരൊറ്റ ചിരി ചിരിച്ചു. അയ്യോ, കാപ്പിയാ? അപ്പൊ കാപ്പി ദേഹത്തും ഡ്രസ്സിലൊക്കെ ആയി. ഇതാ സാർ ശരിക്കും നടന്നത്. രാജുവേട്ടാ, ഇയാള് പറഞ്ഞ സത്യമാണോ? എടോ, തന്നോടാ ഞാൻ ചോദിച്ചത്, ഇയാള് പറഞ്ഞ സത്യമാണോന്ന്. സത്യമല്ലേ സാറേ? രാജേട്ടാ, എനിക്ക് മറച്ചു പിടിക്കാൻ പറ്റില്ല മോളെ. സാറേ, ഒരു മനുഷ്യജീവി എന്നുള്ള പരിഗണന പോലും അവരൊന്നും നന്ദിനിമൊക്കെ കൊടുക്കുന്നില്ല സാറേ. ഒരു കാര്യമില്ലാതെയാണ് ആ കോഫി എടുത്ത് നന്ദിനിമോളുടെ ദേഹത്ത് വലിച്ചെറിഞ്ഞത്. അതും നല്ല തിളയ്ക്കുന്ന ചൂടുള്ള കോഫി. ആരാ നീ ചെയ്തത്? ആ അമേരിക്കക്കാരിയില്ലേ ഹരിത, ആ കൊച്ചാ ചെയ്തേ. സാർ, അത് ഹരിത മാഡം അറിയാതെ അറിയാതെ ഒന്നുമല്ല സാറേ, കരുതിക്കൂട്ടി ചെയ്തതാ. എന്നിട്ട് അവരെല്ലാരും കൂടെ ചേർന്ന് കൂട്ട ചിരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു സാറേ. നന്ദിനി, ഇവരുടെയൊക്കെ മുന്നിൽ പേടിച്ച് ഒതുങ്ങരുന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് എന്താ തനിക്കത് മനസ്സിലാവാത്തത്? സാർ, അത് രാജുട്ടാ, അയ്യോ സാർ, വേണ്ട വേണ്ട സാർ. തന്നോടല്ലേ വരാൻ പറഞ്ഞേ? സാർ വേണ്ട സാർ. വാ സാർ, സാർ, സാർ. ഹരിതയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഞങ്ങൾക്കാർക്കും ഇങ്ങനൊരു ധൈര്യം ഉണ്ടായിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ എല്ലാരും ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നെ. സൂര്യ ദേഷ്യക്കാരനാണ്, സൂര്യക്ക് ദേഷ്യം വന്ന ഈ വീട് നിന്ന് കത്തൂന്നൊക്കെ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ വെറുതെയാ. പറയാനുള്ളത് നേരിട്ട് മുഖത്ത് നോക്കി പറയുകയും ചെയ്യാനുള്ളത് കൃത്യസമയത്ത് ചെയ്യുകയും ചെയ്താ സൂര്യന്നല്ല, അതിലും വലിയ കൊലകൊമ്പന്മാരെ വരെ നമുക്ക് അടക്കി നിർത്താൻ പറ്റും. ഹരിത, ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചൊന്നും കരുതണ്ട. അവളെ മിക്കവാറും ഇത് ഏട്ടനോട് ചെന്ന് പറയും. ഏട്ടൻ കൃത്യമായിട്ട് വന്ന് ചോദിക്കുകയും ചെയ്യും.